സമയങ്ങളിൽ മക്കളെ നമ്മൾ എന്തു വില കൊടുത്തും ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ സ്വരം നമ്മുടെ ഹൃദയത്തിലെടുത്ത് പിശാചിന്റെ സ്വരത്തെ ദൈവവചനം കൊണ്ടും ദൈവസ്വരം കൊണ്ടും അതിജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആ വിഷയത്തിന്റെ മേൽ സൈത്താൻ നമ്മുടെ മേൽ അധികാരം എടുക്കും. ഉറപ്പാണ്. അതോടുകൂടി പിന്നെ നമ്മുടെ ജീവിതം അങ്ങോട്ട് പോയി. പിന്നെ ആ വിഷയം എന്നും നമ്മുടെ ചങ്കിൽ ഒരു കല്ലായി കിടക്കും. പിന്നെ ആ വിഷയം എന്നും നമ്മുടെ സങ്കടത്തിന്റെയും നൊമ്പരത്തിന്റെയും കണ്ണുനീരിന്റെയും പരാതിയുടെയും പരിഭവത്തിന്റെയും ആവലാതിയുടെ ഒക്കെ വിഷയമായിട്ട് എന്നും നമ്മുടെ ചങ്കി കിടക്കും. വർഷങ്ങൾ പിന്നിട്ടാലും അത് ചങ്കി കിടക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? ആ വിഷയത്തിൽ ആ സമയത്ത് പിശാച് ഉയർത്തിയ തന്നൊരു സ്വരമുണ്ട്. അതാണ് നമ്മൾ കേട്ടത്. മനസ്സങ്ങോട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അല്ലെ എടുക്കുന്ന തീരുമാനങ്ങൾ വരെ തെറ്റിപ്പോകാം. വല്ലാതെ കണ്ട് ഭാരപ്പെടാം, സങ്കടപ്പെടാം. ഈ സമയത്ത് നമുക്ക് ഒരിക്കലും ദൈവസ്വരം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പിശാച് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് യൗസേപ്പ് പിതാവ് ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ആ രാത്രിയുടെ യാമങ്ങളിലും ശാന്തമായി കിടന്നുറങ്ങിയപ്പോ ദൈവത്തിന്റെ ദൂതൻ യൗസേപ്പ് പിതാവിനോട് കൃത്യമായി സംസാരിക്കുകയും ദൈവസ്വരം കേൾക്കുകയും അങ്ങനെ താൻ അതുവരെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും മാറുന്ന രീതിയിൽ യൗസേപ്പ് പിതാവിന്റെ ജീവിതം മാറുകയാണ്. അല്ലെങ്കിൽ യൗസേപ്പ് പിതാവ് ഇങ്ങനെ തീരുമാനിച്ചു അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. കാരണം നീതിമാനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവൻ. അതുകൊണ്ട് വിചാരിച്ചു അവളങ്ങോട്ട് രഹസ്യമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാം. കേട്ടോ, മാനുഷികമായിട്ട്, പൈശാചികതയൊന്നുമല്ല, മാനുഷികമായിട്ട് നീതിമാനായതുകൊണ്ട്. പക്ഷേ ആ സംഭവത്തെ കുറിച്ച് അധികമായ അളവിൽ ആലോചിച്ചു കൂട്ടിയിരുന്നെങ്കിൽ, ഡിസ്റ്റർബ്ഡ് ആയിരുന്നെങ്കിൽ, പിന്നെ നമ്മളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയ ഒരു വിഷയത്തെ നമ്മുടേതല്ലാത്തൊരു കാരണമാണെങ്കിൽ നമ്മൾ തെറ്റുകാരല്ല എന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. കാണുന്നവരോടെല്ലാം പറയും എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരാണ് അങ്ങനെ ചെയ്തത്, അവരാണ് തെറ്റുകാര്, അവരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. ഇത്രയും പേരെടുത്ത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആലോചിച്ചേ, മനസ്സിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത ആളെ കാണുമ്പോൾ ആ ആശ്വാസം വീണ്ടും പോകും, വീണ്ടും ഇത് നമ്മൾ വീണ്ടും ആവർത്തിക്കും. ആശ്വാസം പോകുന്നതുകൊണ്ടാണല്ലോ വീണ്ടും ഇത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിന് ആശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. ഇത് കർത്താവിന്റെ അടുത്ത് പറഞ്ഞിട്ട് കർത്താവ് തരുന്ന ആശ്വാസം എടുത്താൽ പിന്നെ ആരോടെങ്കിലും ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. അപ്പൊ നമുക്കറിയില്ല, നമുക്ക് ഇതിന്റെ റൂട്ട് അറിയാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ആരോട് പറയണം, ആരോട് പങ്കുവെക്കണം, എവിടെയാണ് ഇതിനൊരു പരിഹാരം ഉള്ളത്, ആർക്കാണ് ഈ പ്രശ്നത്തിന് പരിഹാരം തരാൻ പറ്റുന്നത് എന്ന് അറിയുന്നിടത്താണ് മക്കളെ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവ് ഇങ്ങനെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു. തന്റേതായ ഒരു തീരുമാനമൊക്കെ എടുത്തു. അവളെ രഹസ്യമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാം എന്ന് തീരുമാനമെടുത്ത് ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പ് പിതാവിനോട് സംസാരിച്ചു. ദൈവം സംസാരിച്ചു.